ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ വീട്ടിലുള്ള കാന്താരി തൈയിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പച്ചമുളകും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു തൈയിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല പോലെ നമുക്ക് വീട്ടിൽ തന്നെ നട്ട് വളർത്തിയെടുക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്ന് കൂടിയാണ് ഈ കാന്താരി മുളക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കാന്താരി മുളകിനെ പറ്റിയിട്ട് അറിയായിരിക്കും. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. എല്ലാവരുടെ വീട്ടിലൊന്നും കാന്താരി തൈകൾ മണ്ണിൽ പിടിച്ച് വരാറില്ല. ചില മണ്ണിൻ്റെ പ്രത്യേകതയാണിത്. എന്നാൽ ചിലരുടെ വീട്ടിലൊക്കെ കാട് പോലെ നമുക്ക് കാന്താരി തൈകൾ കാണാനും കഴിയും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പോലെ ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. കാന്താരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ എരിവാണ്. ആ എരിവ് തന്നെയാണ് അതിൻ്റെ ഔഷധ ഗുണവും. അപ്പോൾ ആ എരിവാണ് ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്ന്. അപ്പോൾ കാന്താരി തൈകൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാന്താരിക്ക് മെയിനായിട്ട് വരുന്ന ഒരു പ്രത്യേകതയാണ് ഇത് 2 മാസം കൊണ്ട് പൂത്തിട്ട് കായായി മാറുന്നുണ്ട്. വെറും 2 മാസം കൊണ്ട് തന്നെ ഈ കാന്താരിയുടെ തൈ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലപോലെ കെയർ ചെയ്തൊന്ന് സംരക്ഷിക്കുകയാണെങ്കിൽ 2 മാസം കൊണ്ട് തന്നെ അതിൽ പൂവായിട്ട് അത് കായായിട്ട് മാറുന്നത് കാണാം. അതായത് കാന്താരി മുളകായിട്ട് അത് നമുക്ക് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. തൈയായിട്ട് നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ പച്ചമുളക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ കാന്താരി മുളക് കിലോ കണക്കിനൊക്കെ തൂക്കി കിട്ടും. അങ്ങനെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിൽ വേസ്റ്റ് വരുന്ന കാന്താരി മുളകുകൾ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ ചീഞ്ഞതും പിന്നെ നമ്മൾ കുറേ ദിവസം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അതിൽ 1-2 ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചീഞ്ഞ് വരുന്ന മുളകെല്ലാം കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക. സാധാ നമ്മുടെ നോർമൽ പച്ചവെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ പിഴിയുമ്പോൾ കാന്താരി മുളക് ആയതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും, കൈക്ക് പുകച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയിട്ടോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടോ നിങ്ങൾ പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം, ആ ഒരു സത്ത് ഫുള്ള്, കാന്താരി മുളകിൻ്റെ സത്ത് ഫുള്ള് വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു വെള്ളം, അതിൻ്റെ ആ ഒരു സത്തോടു കൂടെ നമ്മൾ കൊണ്ടുപോയിട്ട് മണ്ണിൽ ഒഴിക്കുകയാണെങ്കിൽ ആ ഒഴിച്ച സ്ഥലത്ത് പിന്നീട് നമുക്ക് തൈയായിട്ട് മുളച്ച് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ആ ഒരു മുളകിലുള്ള ആ ഒരു കുരു എല്ലാം അതിൻ്റെ വിത്തൊക്കെ അതിൽ പെട്ടു പോകുമല്ലോ. അതാണ് നമ്മൾ മണ്ണിൽ കൊണ്ടുപോയിട്ട് ഒഴിക്കേണ്ടത്. അപ്പോൾ അത് തൈയായിട്ട് വരുന്നത് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു കാന്താരി മുളകിൻ്റെ പ്രത്യേകതയാണ് ഇതിന് സൂര്യപ്രകാശം തന്നെ വേണമെന്നില്ല. തണൽ കിട്ടുന്ന ഭാഗത്താണെങ്കിലും ഇത് നല്ല പോലെ വളരെ നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള വളം എന്ന് പറയുന്നത് പച്ചയില, ജൈവവളങ്ങളാണ് കൂടുതലായിട്ടും കാന്താരി മുളകിന് നമുക്ക് നല്ലത്. അത് കാന്താരി മുളകിന് മാത്രമല്ല, നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഏതൊരു പച്ചക്കറി ആണെങ്കിലും അതിന് ഏറ്റവും നല്ലത് ജൈവവളം തന്നെയാണ്. കരിയിലകളും പിന്നെ വെളുത്തുള്ളിയുടെ അല്ലെങ്കിൽ ഉള്ളികളുടെയൊക്കെ വേസ്റ്റ്, അതുപോലെ ചായയുടെ ചണ്ടി ഉണ്ടാവുമല്ലോ അതൊക്കെ, പിന്നെ ചൂടാറിയിട്ടുള്ള വെണ്ണീരുണ്ടാവില്ല, നമ്മൾ രാവിലെ അടുപ്പിൽ നിന്നും കോരി മാറ്റുന്ന ആ ഒരു വെണ്ണീർ ചൂടാറിയതിന് ശേഷം ഈ ഒരു മുളകിൻ്റെയൊക്കെ തൈകളുടെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ലൊരു വളമാണ്. ഇത് മുളകിന് മാത്രമല്ല കറിവേപ്പിലൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു വളമാണിത്. പിന്നെ ഈ ഒരു കാന്താരി മുളക് എന്ന് പറയുന്നത് കൊളസ്ട്രോളിന് നല്ലതാണ്. കൊളസ്ട്രോളിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഇത് നല്ലൊരു മരുന്നാണ്. പിന്നെ ദഹനത്തെ കൂട്ടാനും കൂടെ ഈ ഒരു കാന്താരി മുളക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ദഹന പ്രശ്നമുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു മരുന്നാണ്, ഒരു ഔഷധ ഗുണമുള്ള ഒരു മരുന്ന് കൂടിയാണ് ഈ ഒരു കാന്താരി മുളക്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മരുന്ന് എന്ന് പറയുന്നത് സവാളയുടെ തൊലിയും അതിൻ്റെ കൂടെ 2 പഴത്തിൻ്റെ തൊലിയും കൂടെ കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് അരിച്ചെടുക്കുക. ഈ അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം, അതിൻ്റെ സത്തൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു വെള്ളം നമ്മൾ ആഴ്ചയിൽ 2-3 തവണ ഇതിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഈ കാന്താരി മുളകിൻ്റെ ഇലകളിൽ പ്രാണികളൊന്നും വന്നിരിക്കാതെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു കാന്താരി മുളകിൻ്റെ തൈ ഗ്രോ ചെയ്ത് വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇത് പെട്ടെന്ന് പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഔഷധ ഗുണമുള്ള ഈ ഒരു കാന്താരി ചെടി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്താക്കിയെടുക്കാൻ പറ്റും, നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സവാളയുടെ തൊലിയും പഴവും കഞ്ഞിവെള്ളവുമാണ് കേട്ടോ ഇതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു വളം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക.
പിന്നെ ചാണകവും കോഴികളുള്ള വീടുകളാണെങ്കിൽ കോഴിയുടെ കാഷ്ടമൊക്കെ ഇതിന് നല്ലൊരു ജൈവ വളമാണ്. അതൊക്കെ ഇട്ടിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെയുള്ള തൈകൾ നമ്മുടെ വീട്ടിൽ വെച്ച് നട്ട് വളർത്താൻ പറ്റും. അപ്പോൾ ഇതിന് മാത്രമല്ല കറിവേപ്പില, അതുപോലെയുള്ള ചീര, ഇതുപോലെയുള്ള എല്ലാ ചെടികൾക്കും നല്ലൊരു മരുന്നാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ന്യൂ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.